പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ് വായിക്കുന്നത്. കഥയുടെ പേര് 2 മത്സ്യങ്ങൾ എന്നാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് വരുന്ന നാശം നമ്മുടെ ജീവജാലങ്ങളെ, നമ്മുടെ ജൈവസമ്പത്തിനെ എപ്രകാരമെല്ലാം ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയാണ് 2 മത്സ്യങ്ങൾ. നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവ വറ്റിപ്പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ നേരിടുന്ന നാശത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു കഥയാണ് 2 മത്സ്യങ്ങൾ. അപ്പോൾ മത്സ്യങ്ങളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ, മനുഷ്യരല്ല. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥ കൂടിയാണ് 2 മത്സ്യങ്ങൾ. അംബികാസുധൻ മങ്ങാടിൻ്റെ കഥയാണ് 2 മത്സ്യങ്ങൾ. അംബികാസുധൻ മങ്ങാട് 2 മത്സ്യങ്ങൾ. കവായി കായലിൻ്റെ നിശ്ചലമായ ആഴത്തിലേക്ക് സാവധാനം താണുവന്ന മണ്ണിരയുടെ നേർക്ക് ആർത്തിയോടെ കുതിക്കാനാഞ്ഞ പൂവാലിയെ അഴകൻ തടഞ്ഞു. പോവാതെ പൊന്നേ, അത് മരണക്കെണിയാണ്. അപ്പോൾ മാത്രമാണ് മണ്ണിരയെ തുളഞ്ഞ് പുറത്തേക്ക് ഉന്തി നിന്ന ചൂണ്ടക്കൊളുത്തിൻ്റെ മൂർച്ച തിളക്കം പൂവാലി കണ്ടത്. അവളുടെ ഉടൽ വിറച്ചു. അഴകൻ ശാസിച്ചു, ശ്രദ്ധിക്കേണ്ടേ, നമ്മൾ മീനുകൾക്ക് 4 ചുറ്റിലും കണ്ണു വേണം, ഒരിക്കലും എടുത്തു ചാടരുത്. കുറ്റബോധത്തോടെ പൂവാലി അഴകനെ മുട്ടി ഉരുമി നിന്നു. അഴകൻ സമാധാനിപ്പിച്ചു, വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല പൂവാലി, നിനക്കിപ്പോൾ പ്രത്യേക ശ്രദ്ധ വേണ്ട കാലമാണ്. ഉത്സാഹത്തോടെ പൂവാലി ചോദിച്ചു, എപ്പോഴാണ് നാം യാത്ര പുറപ്പെടുക? മഴ പെയ്യാതെ നമ്മൾ എങ്ങനെ യാത്ര പുറപ്പെടും? ആകാശക്കാഴ്ചകളുടെ ഇരുളിമയിലേക്ക് നോക്കി പൂവാലി ആശ്വസിച്ചു. നല്ല മഴക്കാറുണ്ട്, ഇന്ന് പെയ്യാതിരിക്കില്ല. അഴകൻ നെടുവീർപ്പിട്ടു. ദിവസം 10-15 ആയില്ലേ, ആകാശം ഇങ്ങനെ മുഖം വീർപ്പിച്ചു നിൽക്കുന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ ഈ ആകാശത്തിന്? മനോഹരമായ മിഴികൾ ആകാവുന്നത്ര വിടർത്തി പൂവാലി ചോദിച്ചു, ആകാശത്തിൻ്റെ കണ്ണുനീരാണ് മഴ അല്ലേ? ആയിരിക്കാം. പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ നാം എന്തു ചെയ്യും? പോം വഴികളൊന്നും അഴകൻ്റെ ഉള്ളിൽ തെളിഞ്ഞില്ല. നിരാലംബനെ പോലെ അവൻ ഉരുവിട്ടു. എനിക്കറിയില്ല പൊന്നെ, 1-2 മഴയെങ്കിലും നന്നായി പെയ്താലേ കുന്നുകളിലൂടെ നീരൊഴുക്കുണ്ടാകൂ. അതിലൂടെ കയറിപ്പോയാലേ നമുക്ക് ശൂലാപ്പുകാവിൽ എത്തിച്ചേരാനാകൂ. പൂവാലിയുടെ കണ്ണുകൾ തുറിച്ചു. അപ്പോൾ അഴകൻ ചോദിച്ചു, ഈ കായലിലെ ഉപ്പുവെള്ളത്തിൽ നിനക്ക് മുട്ടയിടാനാകുമോ? എല്ലാം ചീഞ്ഞു പോകും പൂവാലി, ശത്രുക്കൾ തിന്നുകയും ചെയ്യും. കാവിനകത്തെ ശുദ്ധജലത്തിലാണ് നമ്മുടെ കൂട്ടുകാർ മുട്ടയിടുന്നത്, അല്ലാതെ മറ്റൊരിടത്ത് മുട്ടയിടാനോ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനോ നെടുഞ്ചൂരി മത്സ്യങ്ങൾക്ക് സാധിക്കുകയില്ല. മഴക്കാലത്ത് നമുക്ക് എളുപ്പമല്ലേ കാവിലേക്ക് കുന്നുകൾ കയറാൻ? വിഡിത്തം പറയാതെ, വേനൽ മഴ തുടങ്ങുമ്പോൾ ശൂലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൻ്റെ മാരി പെയ്തു തുടങ്ങും. ആ വെള്ളപ്പാച്ചിലിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയിലും പിന്നെ കായലിലും എത്തിക്കാം. പൂവാലി തലകുലുക്കി. എങ്കിൽ നമുക്ക് ആകാശദേവനോട് ശൂലാപ്പ് ദേവിയോടും പ്രാർത്ഥിക്കാം മഴ പെയ്യാൻ, അഴകൻ പറഞ്ഞു. അമ്മയാകാൻ കൊതിക്കുന്ന പെണ്ണല്ലേ നീ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ കേൾക്കും. ഞാൻ പ്രാർത്ഥിക്കാം അഴക, നമുക്ക് വേണ്ടി മാത്രമല്ല, ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും മഴ കിട്ടാൻ. പൂവാലിയും അഴകനും പ്രാർത്ഥനയിലാണ്ടു. കണ്ണു തുറന്ന് ആഹ്ലാദത്തോടെ പൂവാലി പറഞ്ഞു, അഴക, ആകാശദേവൻ എന്നോട് പറഞ്ഞു, ശൂലാപ്പ് ദേവിയും എന്നോട് പറഞ്ഞു, ഉടനെ മഴ പെയ്യും. കരിങ്കടൽ പോലെ കറുത്തു തുടങ്ങിയ ആകാശത്തേക്ക് നോക്കി അഴകൻ സമാധാനിച്ചു. ഇന്ന് മഴ പെയ്യും. പെയ്താൽ പുലർച്ചെ നാം യാത്ര പുറപ്പെടണം.
വെളിച്ചമായാൽ ആയുധങ്ങളേന്തിയ മനുഷ്യർ വഴി തടയും. മനുഷ്യനെയാണോ ഏറ്റവും പേടിക്കേണ്ടത്? പണ്ട് ശൂലാപ്പിലേക്ക് പോകുന്ന നെടുഞ്ചൂരികൾ ഏറ്റവും പേടിച്ചത് മണ്ണൻ മുതലകളെയാണ്. അമ്മമ്മ പറഞ്ഞു തന്ന കഥകളിലൊക്കെ കുറേ മണ്ണൻ മുതലകളുണ്ട്. വലിയ പാറക്കല്ലുകളാണെന്നേ തോന്നൂ. വഴിയിൽ അനക്കമറ്റു കിടക്കും. അടുത്തെത്തുമ്പോൾ ഠപ്പേന്ന് വായ തുറക്കും. തീർന്നു കഥ. മുതലകളേക്കാൾ തന്ത്രശാലികളാണ് നീർനായ്ക്കൾ. പൂവാലിക്ക് ഭയമായി. അഴകാ, നീ എന്നെ പേടിപ്പിക്കുന്നു. പേടിക്കാനില്ല പൂവാലി. മുതലകളുടെയും നീർനായ്ക്കളുടെയും മീൻകൊത്തികളുടെയും വംശങ്ങൾ തന്നെ ഇല്ലാതായില്ലേ? പക്ഷേ മനുഷ്യനെ പേടിച്ചേ പറ്റൂ. മുട്ടയിടാൻ പോവുകയാണോ, മുട്ടയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്നൊന്നും അവൻ അറിയണ്ട. കുത്തൂടുകളും വലകളും വെട്ടുകത്തിയുമായി അവൻ തക്കം പാർത്തു നിൽക്കും. അഴകാ, നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു. സൂക്ഷിക്കാൻ പറയുന്നതാണ് പൂവാലി. കുന്നു കയറുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണും തുറന്നു വയ്ക്കണം. നെടുഞ്ചൂരികളുടെ ഒരു കൂട്ടം അരികിലൂടെ ഇരമ്പി കടന്നു പോയപ്പോൾ അഴകൻ സ്നേഹത്തോടെ ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ പൂവാലി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? അവൾക്ക് ഓർമ്മ വന്നില്ല. നാം കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ആഹ്ലാദം തുളുമ്പുന്ന ഒച്ചയിൽ പൂവാലി പറഞ്ഞു, എത്ര പെട്ടെന്നാണ് കാലം ഒഴുകിപ്പോകുന്നതല്ലേ. സ്നേഹാധിക്യത്തോടെ അവൻ്റെ ചെകിളപ്പൂക്കളിൽ ഉമ്മ വെച്ച് അവൾ കൂട്ടിച്ചേർത്തു. അഴകാ, നമ്മുടെ മരണശേഷവും നമുക്ക് ഈ കായലിൽ ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ, അവരുടെ കുഞ്ഞുങ്ങളിലൂടെ. കൂരിത്തരിപ്പോടെ അഴകൻ പറഞ്ഞു. പൂവാലി, ജീവിതകാലം മുഴുവൻ ഈ നല്ല വാക്കുകളുടെ പേരിൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. ജീവിതത്തിൻ്റെ നൈരന്തര്യത്തെ, മരണത്തെ അതിശയിപ്പിക്കുന്ന അതിൻ്റെ മഹത്വത്തെപ്പറ്റി നീ എന്നെ ബോധവാനാക്കി. കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നാം ഈ കായലിൽ തന്നെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കും. അന്നേരം ദൈവങ്ങൾ കനിഞ്ഞതുപോലെ മഴയുടെ ആദ്യ തുള്ളികൾ ജലോപരിതലത്തിലേക്ക് വീണു പൊട്ടുന്നതു കേട്ട് അഴകനും പൂവാലിയും സന്തോഷത്തോടെ കിടുകിടുത്തു. ഇരുവരും ആകാശത്തേക്ക് തുള്ളിച്ചാടി മഴത്തുള്ളികളുടെ കുളിർമ ശരീരത്തിൽ അനുഭവിച്ചു. 5-6 നിമിഷങ്ങൾ മാത്രം. തീർന്നു മഴ. മത്സ്യങ്ങൾ ദുഃഖത്തിലായി. പൂവാലിയെ സമാധാനിപ്പിക്കാൻ അഴകൻ ചുണ്ട് തുറന്നു. ഇന്ന് തുടക്കമാണ്. ഇന്ന് രാത്രി മഴ കൊട്ടിയിറങ്ങും. അഴകനെ സമാധാനിപ്പിക്കാൻ പൂവാലിയും പറഞ്ഞു, അതെ, ഇന്ന് രാത്രി മഴ കോരിച്ചൊരിയും. രാത്രി 2-3 പ്രാവശ്യം മഴ ചാറി. നല്ലൊരു മഴപ്പെയ്ത്തിനു വേണ്ടി ഇരുവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പുലർച്ചെ അല്പം കനപ്പിച്ചു തന്നെ മഴ തുടങ്ങിയപ്പോൾ അഴകൻ സന്തുഷ്ടനായി പറഞ്ഞു, കുന്നു കയറാൻ ഈ മഴ മതിയാകും. വാ, നമുക്ക് വേഗം പുറപ്പെടാം. കവ്വായി കായൽ കടന്ന് മത്സ്യങ്ങൾ പുഴയിലേക്ക് കയറുമ്പോഴേക്കും മഴ ശമിച്ചിരുന്നു. പുഴയുടെ ചോര കക്കിയ ജഡം പോലെ അവിടെവിടെ കലക്കുവെള്ളം തങ്ങി നിന്നിരുന്നു. വലിയൊരു ചേരൽ മരത്തിൻ്റെ അടിയിലെത്തിയപ്പോൾ വെള്ളത്തിൻ്റെ രുചി അറിഞ്ഞ് അഴകൻ പറഞ്ഞു, ഇവിടെ നിന്നാണ് കുന്നു കയറേണ്ടത്. നീരൊഴുക്ക് പാറി വീഴുന്ന ആ പാറക്കെട്ടിന് മുകളിലൂടെ. നിഷ്പ്രയാസം പാറക്കെട്ട് ചാടിക്കടന്ന് അവർ മുകളിലെത്തി. വഴികളിലെ ജലസ്പർശത്തിൽ തെന്നി നീങ്ങിയും മഴക്കുഴികളിൽ ഇടയ്ക്കിടെ വിശ്രമിച്ചും യാത്ര തുടർന്നു. വെളിസ്ഥലങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ അഴകൻ മുന്നറിയിപ്പ് നൽകി, ഇനി നാം ഏറെ ശ്രദ്ധിക്കണം. മനുഷ്യർ ആയുധങ്ങളുമായി പതുങ്ങിയിരിപ്പുണ്ടാകും. ഉള്ളിൽ നല്ല ഭയപ്പാടുണ്ടെങ്കിലും പുറത്തു കാണിക്കാതെ ഓരോ കുസൃതികൾ കാണിച്ചും പറഞ്ഞും അഴകൻ മുന്നിൽ നീങ്ങി. പെട്ടെന്ന് ഭീതിതമായ ഒരു കാഴ്ച കണ്ട് അവൻ പരിഭ്രാന്തനായി. അയ്യോ, അതാ കുറച്ച് മനുഷ്യർ ഓടി വരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഒരു കാട്ടുപൊന്തയിലേക്ക് മത്സ്യങ്ങൾ കുതിച്ചു. നനഞ്ഞ കരിയലകൾക്കിടയിൽ പതുങ്ങിയിരുന്നു. പൂവാലി പ്രാർത്ഥിച്ചു, എൻ്റെ ശൂലാപ്പ് ദേവി, ഞങ്ങളെ കൈവിടല്ലേ. നനവുള്ളിടങ്ങളിലൊക്കെ മൂർച്ചയേറിയ കുന്തങ്ങൾ കുത്തി കുത്തി മനുഷ്യർ പരതുകയാണ്. അഴകൻ ഞെട്ടലോടെ കണ്ടു. ഒരു മനുഷ്യൻ്റെ കയ്യിലെ ഈർക്കിലിൽ 10ഓളം നെടുഞ്ചൂരികൾ ജീവനറ്റ് തൂങ്ങിക്കിടക്കുന്നു. തങ്ങൾക്കുമേൽ 2 കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നത് മത്സ്യങ്ങൾ കണ്ടു. പിന്നാലെ ആ മനുഷ്യൻ്റെ അലർച്ച മുഴങ്ങി.
കള്ള തിരുമാലികൾ രണ്ടും ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. വാളുകളും കുന്തങ്ങളും കുതിച്ചു വരുന്നത് കണ്ടപ്പോൾ മത്സ്യങ്ങൾ ആഞ്ഞു ചാടി. ഇത്തവണ ഒരു പാറയിടുക്കിലാണ് ചെന്നു വീണത്. ഭാഗ്യത്തിന് അല്പം വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. 2 മീനുകൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. മനുഷ്യ ശബ്ദങ്ങൾ വീണ്ടും സമീപസ്ഥമാകുന്നതറിഞ്ഞ മത്സ്യങ്ങൾ ഭയാക്രാന്തരായി. നിരവധി കണ്ണുകൾ മുകളിൽ തെളിഞ്ഞപ്പോൾ അഴകൻ കരഞ്ഞു. പൂവാലി, നമ്മുടെ ജീവിതം തീരുകയാണ്. ഇല്ല അഴകാ, ശൂലാപ്പുദേവി നമ്മളെ കൈവിടില്ല. നീ ഉള്ളിലോട്ട് കയറി നിൽക്ക്. എന്നെ പിടിച്ചാലും സാരമില്ല, നീ പെണ്ണാണ്. അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ വേണം. ഇല്ല അഴകാ, നീ ഇല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുകയില്ല. ആ സംബന്ധം പറയാനുള്ള നേരമല്ലിത്. ഉള്ളിലോട്ട് കയറാൻ ഒട്ടും സ്ഥലമില്ല അഴകാ. പെട്ടെന്ന് ഇരുമ്പിൻ്റെ കുന്തം അഴകനെ തൊട്ടില്ലെന്ന വിധം പാറയിടുക്കിലേക്ക് ഭയങ്കര ശബ്ദത്തോടെ കുത്തിയിറങ്ങി. എല്ലാം അവസാനിച്ചുവെന്ന് അഴകൻ കണ്ണടച്ചു. അപ്പോൾ പൂവാലിയുടെ ഒച്ച മുഴങ്ങി. അഴകാ, ഉള്ളിലോട്ട് വാ, ഇതാ ഒരു വഴി. പാറ പിളർന്നപ്പോഴുണ്ടായ മാളത്തിലൂടെ മീനുകൾ അകത്തേക്ക് തള്ളിക്കയറി. ഉള്ളിലെത്തിയപ്പോൾ അവൻ ചോദിച്ചു, നീ പേടിച്ചോ? ഉടലാകെ തരിച്ചു പോയ പൂവാലിക്ക് ഒന്നും മിണ്ടാനായില്ല. അപ്പോൾ അപരിചിതവും കരുണാർദ്രവുമായ ഒരു ശബ്ദം മുഴങ്ങി. 2 മത്സ്യങ്ങളെ, നിങ്ങൾ എന്തിനിവിടെ വന്നോ? ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മത്സ്യങ്ങൾ കണ്ടു ഒരു വലിയ തവള. കടും പച്ച നിറമാണ്. നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന ഉടലാണ്. വിനയത്തോടെ അഴകൻ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭോ, പുറത്ത് മനുഷ്യരുടെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ കയറിയതാണ്. ഉടനെ പോയിക്കോളാം. എങ്ങോട്ട്? ശൂലാപ്പുകാവിലേക്ക്. ഓ, മുട്ടയിടാനുള്ള കാലമായി അല്ലേ? നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ. ദുഷ്ടരായ മനുഷ്യസന്തതികൾ പുറത്തുണ്ട്. പൂവാലിക്ക് ആശ്വാസമായി. അവൾ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ ഇരുട്ടിൽ കഴിയുന്നത്? ശൂലാപ്പുകാവിലാണ് മത്സ്യങ്ങളെ ഞാൻ പിറന്നതും ജീവിച്ചതും. കാവിനകത്ത് ദേവിയുടെ ഗർഭപാത്രം പോലെയുള്ള ജലാശയത്തിൽ ഒരു ദിവസം ധ്യാനത്തിനായി ബുദ്ധൻ കാവിലേക്ക് കയറി വന്നു. മത്സ്യങ്ങൾ വിശ്വസിക്കാനാവാതെ ഒന്നിച്ചു ചോദിച്ചു, ശ്രീബുദ്ധനോ? അതെ, സാക്ഷാൽ ശ്രീബുദ്ധൻ. 2 മത്സ്യങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അതീവ തേജസ്വിയായ ബുദ്ധൻ ഉദയസൂര്യനെ പോലെ വരുന്നത് കണ്ടപ്പോൾ വഴി മാറാൻ പോലുമാകാതെ ഞാൻ അസ്തപ്രജ്ഞനായി. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെയാണ് നടപ്പെങ്കിലും ചതുപ്പിൽ പണ്ട് സുഖിച്ചു കിടക്കുകയായിരുന്ന എന്നെ അദ്ദേഹം കണ്ടില്ല. വേദനിച്ചിട്ടല്ല, വഴി മാറിക്കൊടുക്കാനുള്ള വെപ്രാളത്തിൽ ഞാനൊന്നു പിടഞ്ഞു. എനിക്ക് വേദനിച്ചുവെന്നു കരുതി എന്നെ കൈകളിൽ കോരിയെടുത്ത് അദ്ദേഹം തടവാൻ തുടങ്ങി. ആ കണ്ണുകളിൽ അലിവിൻ്റെ നനവ് പടർന്നു. കുഞ്ഞേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചുവല്ലേ? സന്തോഷത്താൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു. വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല വിഭോ. അങ്ങയുടെ പാദസ്പർശത്താൽ ഞാൻ ധന്യനായി. ഈ കാവിനകത്തെ അസംഖ്യം ജീവജാലങ്ങളെയും സാമീപ്യം കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. കഥ അവസാനിപ്പിച്ച് തവള പറഞ്ഞു, 2 മത്സ്യങ്ങളെ, ബുദ്ധൻ്റെ സ്പർശനമേറ്റ് ഞാൻ ചിരഞ്ജീവിയായി. ഞാൻ അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. പക്ഷേ സമീപകാലത്ത് മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ കാവിന് ചുറ്റുമായി രാക്ഷസയന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. നീണ്ട മൗനത്തിന് ശേഷം ക്ഷോഭത്തോടെ തവള ചോദിച്ചു, മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത്? മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെ ആണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത്? അഴകൻ ആവലാതിപ്പെട്ടു. വികസനമോ? അതെന്ത്? ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. 2 മത്സ്യങ്ങളെ, നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. വാ, നമുക്ക് ശൂലാപ്പിലേക്ക് പോകാം. ശത്രുക്കൾ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു.
ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലിലൂടെ തവളയുടെ പിന്നാലെ മീനുകൾ നീന്തി നീന്തി ശൂലാപ്പുകാവിന് മുമ്പിലെത്തി. അവിടെ കണ്ട കാഴ്ചകൾ തവളയ്ക്ക് വിശ്വസിക്കാനായില്ല. കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിൻ്റെ ഓർമ്മ പോലെ 4-5 മരങ്ങൾ മാത്രം. അരുതാത്തതെന്തോ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നത് പോലെ കാട്ടുവള്ളി കൈകൾ കൊണ്ട് അവ പരസ്പരം പൊത്തിപ്പിടിച്ചിരുന്നു. ജലാശയം നികത്തി മാർബിളിൽ മനോഹരമായ സൗധം പണിഞ്ഞിരുന്നു. പകുതി കത്തിയെരിഞ്ഞ ബോധിവൃക്ഷത്തിന്മേൽ നിലവിളിക്കുന്നത് പോലെ പാടിക്കൊണ്ടിരുന്ന ഒരു പച്ചപ്പനങ്കിളിയോ തത്തയോട് തവള ചോദിച്ചു, കിളിമകളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? കരച്ചിൽ പാട്ട് നിർത്തി അവൾ ശബ്ദമിടറി പറഞ്ഞു, പ്രഭോ, കഴിഞ്ഞ കൊല്ലം മുട്ടയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊന്തിയപ്പോൾ കുറേ മനുഷ്യർ വന്നുകൂടി. രാത്രിയിലാണ് തീയിട്ടത്. എൻ്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തിയെരിഞ്ഞു. ഞാൻ നോക്കി നിൽക്കെ എൻ്റെ പ്രിയതമനും ജീവനോടെ. മുള ചീന്തുന്നത് പോലെ കിളിമകൾ വീണ്ടും കരച്ചിലായി. അന്നേരം മുടലാകെ തരിക്കുന്നതായും കരുണയുടെ അദൃശ്യമായ കൈകൾ തലോടുന്നതായും തവളയ്ക്ക് തോന്നി. ബോധോദയത്തോടെ തവള ഉരിയാടി, 2 മത്സ്യങ്ങളെ, ഇതാ മരണം എന്നെ അനുഗ്രഹിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെടുക. മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു പറുദീസ എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. വിസ്മയിച്ചു നിന്ന കിളിമകളെ വിളിച്ച് തവള ഉപദേശിച്ചു, അല്ലയോ കിളിമകളെ, നീ നല്ല പാട്ടുകാരിയല്ലേ? സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടയിരിക്കാതെ ഇക്കണ്ടതിൻ്റെ എല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടി കേൾപ്പിക്കൂ. അതാകട്ടെ നിന്റെ നിയോഗം. കിളിമകൾ ധൈര്യം അവലംബിച്ചു. ഞാനിനി കരയില്ല പ്രഭോ. തവളയുടെ കണ്ണുകൾ അടഞ്ഞു. ശരീരം നിശ്ചലമായി. പൂവാലിക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. അവൾ വിതുമ്പി കരയാൻ തുടങ്ങി. അഴകൻ സമാധാനിപ്പിച്ചു, പൂവാലി, കരയാനുള്ള നേരമല്ലിത്. നമുക്ക് ഉടനെ പുറപ്പെടണം. മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാവും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം. 2 മത്സ്യങ്ങളും ചെകിളപ്പൂക്കൾ വിടർത്തി ആവുന്നത്ര പ്രാണവായി ഉള്ളിലേക്ക് വലിച്ചു. കിളിമകളോട് യാത്ര പറഞ്ഞ് വെള്ളം വറ്റി തുടങ്ങിയ പാറയളുക്കുകൾക്കിടയിലൂടെ അവർ യാത്ര തുടങ്ങി. ഇതാണ് 2 മത്സ്യങ്ങൾ എന്ന കഥ. ഈ കഥ പൂർണ്ണമാകുന്നത് വീണ്ടും 2 മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചെറുകഥയിലൂടെ കൂടിയാണ്. അപ്പോൾ ആ കഥ ഞാൻ വീണ്ടും വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കഥ വായിച്ചു കേട്ട കുട്ടികളെല്ലാം നമ്മുടെ ജീവജാലങ്ങളെയും നമ്മുടെ ജലാശയങ്ങളെയും തണ്ണീർത്തടങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ പ്രാപ്തരായി വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവർ പിന്നെ മുട്ടയിടാൻ വേണ്ടി ശുദ്ധജലം തേടിയുള്ള യാത്ര മഴ പെയ്യുമ്പോൾ മാത്രമേ അവർക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മഴയുടെ കുറവ് അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്തെല്ലാം പിന്നെ തടസ്സങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അവർ ശൂലാപ്പുകാവിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ശൂലാപ്പുകാവിൽ കാണുന്ന കാഴ്ചയോ മനുഷ്യൻ്റെ കയ്യേറ്റം കൊണ്ട് എല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർക്ക് വേണ്ട ഒരു സൗകര്യവും അവിടെ ഇല്ല. മുട്ടയിടാൻ വന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ തവള അവിടെ, ചിരഞ്ജീവിയായ തവള അവിടെ ജീവൻ വെടിയാണ്. ഈ ഭൂമിയിൽ ഇനി ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ആ തവള സമാധിയായ ഇടത്ത് നിന്ന് ഈ മീനുകൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഈ തവളയും ബുദ്ധനും കണ്ടുമുട്ടുന്ന സന്ദർഭവും സംഭാഷണങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ തവള എന്ന കഥാപാത്രത്തിന് വളരെ വലിയൊരു ദൗത്യമാണ് ഈ കഥയിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. അഹിംസയുടെ പ്രതീകമായിട്ടുള്ള ശ്രീബുദ്ധൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പർശം കൊണ്ട് ചിരഞ്ജീവിയായി തീർന്ന തവളയാണത്. അതിനു പോലും ജീവിതം മടുത്തിരിക്കുന്നു ഈ ഭൂമിയിൽ. കാരണം നമ്മുടെ പരിസ്ഥിതി നശിച്ച് എല്ലാം ഇല്ലാതാവുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി നാം മനുഷ്യനും ഇല്ലാതാകും. അവയൊന്നുമില്ലാതെ നമുക്ക് അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാക്കുന്ന തരത്തിലുള്ള കഥകളാണ് അംബികാസുധൻ മങ്ങാട്
രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം ഒരു പാരിസ്ഥിതിക അവബോധം കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തെയ്യം കഥകളിലാണെങ്കിലും കുന്നുകൾ പുഴകൾ എന്ന സമാഹാരത്തിലെ കഥകളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ ഈ ഒരു വിഷയത്തെ ചൊല്ലി ഉണ്ട്. വീണ്ടും 2 മത്സ്യങ്ങൾ എന്ന കഥ ഞാൻ പിന്നീടൊരിക്കൽ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കഥ വായിച്ച് നന്നായി ഉൾക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് കുട്ടികളോടൊക്കെ ഞാൻ നിർദ്ദേശിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ, പരീക്ഷയ്ക്ക് നല്ല മാർക്കൊക്കെ കിട്ടട്ടെ.